ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്, ഡ്രൈ റോസ്റ്റാണിത്. അതിനായിട്ട് ഒരു 150 ഗ്രാം സോയ ചങ്ക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം, നന്നായി കുതിർന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, സോയ ചങ്ക്സ് എല്ലാം നന്നായി കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി വാഷ് ചെയ്ത് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകം വലിയ ജീരകം വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. മസാലയെല്ലാം സോയ ചങ്ക്സിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാലിൽ കിടന്നാണ് നമ്മൾ ഈ സോയ ചങ്ക്സ് വേവിച്ചെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നുപോയിരുന്നു. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സോയ ചങ്ക്സ് വെന്ത് വരുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചാറെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ്. അത് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുമാണ്. അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് സ്ലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. സവാളയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിലും അല്പം കൂടുതൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൽ അല്പം കൂടുതൽ കുരുമുളക് പൊടി. ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത മസാലയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാ ഫ്ലേവർ ഇതിലേക്ക് നന്നായി ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് നമുക്ക് നന്നായി വരണ്ട് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഇത് താല്പര്യമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി വരട്ടിയെടുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ സോയ ചങ്ക്സ്. നിങ്ങൾ ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേഗം വരണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.